അക്യൂ ലൈഫിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് പീറ്റോയിൻ്റെ ഗ്ലൂക്കോമീറ്ററാണ്. ഈ ഒരു പാക്കേജ് ഞാൻ ആമസോണിൽ നിന്ന് തന്നെ ഓർഡർ ചെയ്തത്. ലോക്ക്ഡൗൺ ആയ കാരണം ഈ പാക്കേജ് റിസീവ് ചെയ്യാൻ കുറേ സമയം എടുത്തു. എന്തായാലും നമുക്ക് ബോക്സിൻ്റെ അകത്ത് എന്തുവാണെന്നുള്ളത് ചെക്ക് ചെയ്യാം. ബോക്സിൻ്റെ അകത്ത് രണ്ട് വേറെ ബോക്സുകൾ. ഇത് ഗ്ലൂക്കോമീറ്ററിൻ്റെ സ്ട്രിപ്പാണ്. ഒരേപോലത്തെ രണ്ട് സ്ട്രിപ്പിൻ്റെ ബോക്സുകളാണ്. 25 സ്ട്രിപ്സ് ഈച്ച്. അപ്പം ടോട്ടൽ 50 സ്ട്രിപ്സ് ഇതിൻ്റെ അകത്തുണ്ട്. അതല്ലാതെ ബോക്സിൻ്റെ അകത്ത് ചെറിയ വേറെ ഒരു ബോക്സും USB കൺവേർട്ടറും അത് ബില്ലാണ്. പിന്നെ ഇതാണ് മെയിൻ യൂണിറ്റിൻ്റെ ബോക്സ്. ഇതാ USB കൺവേർട്ടർ. അപ്പം ടൈപ്പ് സി ആണ് ഞാൻ ഓർഡർ ചെയ്തത്. അതിൻ്റെ കൂടെ ഈ USB കൺവേർട്ടർ അഥവാ വേറെ ഫോണിൻ്റെ കൂടെ നിങ്ങൾക്ക് ഉപയോഗിക്കണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. സോ ഇറ്റ് ഈസ് എ കംപ്ലീറ്റ് പാക്കേജ്. നിങ്ങൾക്ക് ഏത് ഫോണിലും ഉപയോഗിക്കാവുന്ന ഒരു രീതിയിലാണ് ഇവർ ഇത് കംപ്ലീറ്റ് സെറ്റപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ മറ്റേ ബോക്സ് നമ്മുടെ നീഡിലാണ്. സ്റ്റെറൈൽ ലാൻസെറ്റ്. ഇൻസ്ട്രക്ഷൻ ഫോർ യൂസിങ് ഇറ്റ്. അപ്പോൾ ഇതെല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം എങ്ങനെയാണെന്നുള്ളത്. ആദ്യം നമുക്ക് ഈ മെയിൻ യൂണിറ്റിൻ്റെ ബോക്സ് ഓപ്പൺ ചെയ്യാം. ബീറ്റോ കർവ് USB കണക്റ്റഡ് ഗ്ലൂക്കോമീറ്റർ കിറ്റ്, സ്മാർട്ട് ലൈറ്റ് അക്യുറേറ്റ്. ഇതിൻ്റെ അകത്ത് എന്തൊക്കെ കണ്ടൻറ്റ്സ് ഉണ്ടെന്നാണ് ഇവർ മെൻഷൻ ചെയ്തേക്കുന്നത്. 1 കർവ് ഗ്ലൂക്കോമീറ്റർ, 1 ലാൻസിങ് പെൻ, 1 ട്രാവൽ പൗച്ച്, ക്വിക്ക് ഗൈഡ്. മെയ്ഡ് ഇൻ ഇന്ത്യ ആണ്. ഡിസൈൻ ബൈ ബീറ്റോ. ടൈപ്പ് സി USB കണക്റ്റഡ്. ഇന്ത്യാസ് ഫസ്റ്റ് USB കണക്റ്റഡ് ഗ്ലൂക്കോമീറ്റർ. ബാക്ക് സൈഡിൽ ടെസ്റ്റഡിൻ്റെ സ്റ്റിക്കറുണ്ട്. അപ്പം ഇത് ഒരു ഡൽഹി ബേസ്ഡ് കമ്പനിയാണ്. അതല്ലാതെ ഈ കർവ് യൂണിറ്റിനെ കുറിച്ചുള്ള ഫീച്ചേഴ്സാണ് എഴുതിയേക്കുന്നത്. അൺബിലീവബിളി ലൈറ്റ്, ഓട്ടോ ലോഗിൻ, പേഴ്സണലൈസ്ഡ് ഇൻസൈറ്റ്, പ്രൊആക്റ്റീവ് മെഡിക്കൽ സപ്പോർട്ട്, ഔട്ട് ഓഫ് റേഞ്ച് റീഡിംഗ് അലേർട്ട്. അപ്പം ഇതൊക്കെ നിങ്ങൾക്ക് വായിച്ചെടുക്കാവുന്നതാണ്. എന്തായാലും നമുക്ക് സീൽ തുറക്കാം. അൺബോക്സിങ് നൈഫ് വെച്ച് ഈ സീൽ ടെസ്റ്റഡ് സീലാണ്. നമുക്ക് ഈ ബോക്സ് ഒന്ന് തുറന്ന് നോക്കാം. ഇച്ചിരി ബുദ്ധിമുട്ടാണ് ബോക്സ് തുറക്കാൻ. ഓക്കെ. പാക്കിംഗ് പ്രസൻറ്റേഷൻ നല്ല രീതിയിലാണ് ചെയ്തേക്കുന്നത്. 4 ഈസി സ്റ്റെപ്സ്. ഓക്കെ, അതിൻ്റെ പുറകിൽ ഏതാണ്ട് ഉണ്ടെന്ന് അതുകൊണ്ട് ഇത് നമുക്കൊന്ന് എടുത്ത് നോക്കാം. ബാക്ക് സൈഡിൽ എന്തോ ഉണ്ട്. ഓക്കെ, ബീറ്റ് കർവ് മെയിൻ നമ്മുടെ ഗ്ലൂക്കോമീറ്റർ യൂണിറ്റ് ഇതാണ്. ഇതാദ്യം നമുക്കൊന്ന് തുറന്നു നോക്കാം. നല്ല ക്യൂട്ട് ലിറ്റിൽ പാക്കിംഗ്. ആൻഡ് ഓക്കെ, ഇറ്റ് ഈസ് വെരി സ്മോൾ. വളരെ ചെറിയ സൈസാണ്. ബിൽഡ് ക്വാളിറ്റി എന്ന് പറയുമ്പം പ്ലാസ്റ്റിക്കും കൊണ്ട് ഉണ്ടാക്കിയേക്കുന്ന ഒരു കവറിങ് ആണ്. അതല്ലാതെ വെരി ലൈറ്റ് വെയ്റ്റ്. നമുക്ക് ഈസി ആയിട്ട് എവിടെയെങ്കിലും ഒക്കെ ക്യാരി ചെയ്തുകൊണ്ട് നടക്കാം. മെയ്ഡ് ഇൻ ഇന്ത്യ, ഡിസൈൻ ബൈ ബീറ്റോ. ഇവിടെയാണ് നിങ്ങൾ ഈ സ്ട്രിപ്പ് ഇൻസേർട്ട് ചെയ്യേണ്ടത്. USB-C ടൈപ്പാണ് ഞാൻ ഓർഡർ ചെയ്തത്. ഈ ലാൻസിങ് പെൻ വെച്ചാണ് നമ്മൾ ഫിംഗർ ടിപ്പിൽ നിന്ന് ബ്ലഡ് സാമ്പിൾ എടുക്കുന്നത്. സ്റ്റെറൈൽ ലാൻസെറ്റ്സ് യൂസ് ചെയ്യും. ഇതിൻ്റെ അകത്തുള്ള ഈ ഫൈൻ നീഡിൽ ടിപ്സ് ഉണ്ട്. അതിവർ 50 നീഡിൽ ഇതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് തരുന്നുണ്ട്. ദാറ്റ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ പാക്കേജ്. ഇത് ലോഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. നമ്മളിങ്ങനെ പെൻ വലിക്കുന്ന പോലെ വലിക്കുമ്പോൾ ഇത് ലോഡായി കഴിഞ്ഞ് എന്നിട്ട് ഈ ബട്ടൺ നമ്മൾ അമർത്തുമ്പോൾ അത് ലോഞ്ച് ചെയ്യുകയാണ്.
ദാറ്റ് ഈസ് ദ ലാൻസെറ്റ് പെൻ. ഇതെങ്ങനെ തുറക്കുന്ന, എന്തോ ഇതിൻ്റെ പുറകിലുണ്ടോ അതോ ഇല്ലയോ? ലെറ്റസ് ചെക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് ബാക്ക് സൈഡിൽ. ഓക്കെ, സോ എൻ്റെ ക്യാരി പൗച്ച് ഒരു ബാക്ക് സൈഡിലായിരുന്നു കൊടുത്തിരിക്കുന്നത്. അപ്പം ഇത് നമ്മുടെ ഈ ജ്വല്ലറി ഷോപ്പിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ചെറിയ പൗച്ചിൻ്റെ കൂട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ അകത്ത് ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡുണ്ട്. ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്നുള്ള അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. വേറെ ഒന്നുമില്ല. വാട്ടർ പ്രൂഫ് പൗച്ചാണ്, അതുകൊണ്ട് നിങ്ങൾക്കത് ഇതിൻ്റെ അകത്ത് ഇത് സുരക്ഷിതമായിട്ട് വെക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ് ഒന്ന് തുറന്ന് നോക്കാം, അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ഇവർ മെൻഷൻ ചെയ്തേക്കുന്നതെന്ന്. ഓക്കെ, ഇതിൻ്റെ സ്റ്റെപ്സ് ആണ് എങ്ങനെ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യേണ്ടതെന്നുള്ള. അതെന്തായാലും ഞാൻ മൊത്തം പ്രൊസീജിയർ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ലാൻസിങ് പെന്നിനെ കുറിച്ച് അവർ മൊത്തം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, എങ്ങനെ ഓപ്പൺ ചെയ്ത് അതിൻ്റെ നീഡിൽ നമ്മൾ ഫിക്സ് ചെയ്യുന്ന, ലാൻസെറ്റ്സ് എങ്ങനെ അതിൻ്റെ അകത്ത് ഫിക്സ് ചെയ്യുന്ന അതിനെക്കുറിച്ചുള്ളത്. അപ്പോൾ ഈ കംപ്ലീറ്റ് പ്രോസസ്സ് ഇവർ ഇതിൻ്റെ അകത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഈ കംപ്ലീറ്റ് പ്രൊസീജിയർ ഞാൻ നിങ്ങൾക്ക് ചെയ്ത് കാണിക്കുന്നതായിരിക്കും. സോ വി ഡോണ്ട് നീഡ് ദിസ് ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ്. ഇനി നമുക്ക് ഈ ബ്ലഡ് ഗ്ലൂക്കോസ് സ്ട്രിപ്പിൻ്റെ ബോക്സ് തുറക്കാം. ബോക്സിൻ്റെ അകത്ത് കുറേ പേപ്പർ വർക്ക് ഉണ്ട്, നിങ്ങൾക്ക് വായിക്കണമെങ്കിൽ വായിച്ച് നോക്കാവുന്നതാണ്. മാനുഫാക്ചറിങ് ഡേറ്റ്, ടെമ്പറേച്ചർ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. സ്റ്റോറേജ്, എങ്ങനെ സ്റ്റോർ ചെയ്യേണ്ടത് അതെല്ലാം എഴുതിയിരിക്കുന്നത്. ഈ കണ്ടെയ്നറിൻ്റെ അകത്താണ് നമ്മൾ ബ്ലഡ് ഗ്ലൂക്കോസ് ടെസ്റ്റ് സ്ട്രിപ്പ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പം ഈ നിങ്ങൾ കാണുന്ന ഈ ഒരു പാക്കേജ് 25 സ്ട്രിപ്സ് ഉള്ള ഒരു കണ്ടെയ്നറാണ്. സ്ട്രിപ്സ് എടുത്ത് ഞാൻ ഒന്ന് കാണിക്കാം. ജസ്റ്റ് വെയിറ്റ് എ സെക്കൻഡ്. സോ ഒരു മിനിറ്റ് ഫോക്കസ് ചെയ്തിട്ട്. സോ ദിസ് ഈസ് ദ സ്ട്രിപ്പ്. ഈ ബ്ലാക്ക് സൈഡ് കാണുന്നതാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന സൈഡ്. ഈ യെല്ലോ ആയിട്ട് കാണുന്ന ആ സൈഡാണ് നമ്മൾ ബ്ലഡ് സാമ്പിൾ അപ്ലൈ ചെയ്യേണ്ടത്. സോ ഞാൻ പറഞ്ഞ പോലെ ഈ പൗച്ചിൻ്റെ അകത്ത് നമുക്ക് ഈ സാധനങ്ങളെല്ലാം ഈസിലി ക്യാരി ചെയ്യാവുന്നതാണ്. ഇപ്പം നമ്മുടെ കർവ് ഗ്ലൂക്കോമീറ്റർ മെയിൻ യൂണിറ്റ്, നമ്മുടെ ഈ കർവ് മെയിൻ യൂണിറ്റിൽ അതിൻ്റെ എക്സാക്ട്ലി ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ താഴെ സ്ട്രിപ്പ് എന്ന് എഴുതിയേക്കുന്നുണ്ടോ, അതിൻ്റെ മുകളിലൊരു ആരോ ഉണ്ട്. ആ ആരോയിലോട്ട് ഫേസിങ് ആയിട്ട് ഈ ബ്ലാക്ക് സ്ട്രിപ്പിൻ്റെ ആ സൈഡ് നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കഴിയുമ്പം നമ്മുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ വരും. എന്നിട്ട് ഈ ചെറിയ ഈ യെല്ലോ ടിപ്പിലാണ് നമ്മൾ ബ്ലഡ് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. പിന്നെ അതല്ലാതെ ഞാൻ ഈ ലാൻസെറ്റ്സിനെ കുറിച്ച് സംസാരിച്ചില്ലായിരുന്നു. ലാൻസെറ്റ്സ് എന്ന് പറയുന്നത് ബേസിക്കലി നമ്മുടെ ഈ ലാൻസിങ് പെന്നിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന നീഡിലാണ്. ഈ നീഡിൽ ഇവർ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് സ്ട്രക്ചറിലാണ് വരുന്നത്. ഇത് ഒരു ടോട്ടലി പെയിൻലെസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഇപ്പം എന്താണ്ട് ഈ ലാൻസിങ് പെൻ നമ്മൾ തുറന്നു കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് ഈ നീഡിൽ പ്രോപ്പറായിട്ട് ഹോൾഡറിൽ ഇരിക്കുന്നതാണ്. ഫോക്കസ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, കാരണം ഇറ്റ്സ് എ വെരി സ്മോൾ തിങ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. സോ ബേസിക്കലി നീഡിൽ അതിൻ്റെ അകത്തോട്ട്
പ്രോപ്പർലി കയറ്റി വെച്ച് കഴിഞ്ഞിട്ട് ഇത് ക്ലോസ് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ ഫ്രണ്ട് സൈഡിൽ തന്നെ നമുക്ക് ഇതിൻ്റെ ഡെപ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള റീഡിങ് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ സ്കിൻ ടൈപ്പ് അല്ലെങ്കിൽ സ്കിന്നിൻ്റെ ഹാർഡ്നെസ് അനുസരിച്ച് നമുക്ക് ഇതിൻ്റെ ഡെപ്ത്ത് ഡിസൈഡ് ചെയ്യാവുന്നതാണ്. ഒരു 3.5 ആണ് നോർമലായിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ട ഒരു ഡെപ്ത്ത്. അത് കഴിഞ്ഞിട്ട് പെൻ ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ബട്ടൺ ഞെക്കുമ്പോൾ നമുക്ക് ബ്ലഡ് സാമ്പിൾ കളക്ട് ചെയ്യാനാണ്. നമ്മൾ ഈ പെൻ ഞെക്കുമ്പോൾ ആ നീഡിൽ വന്ന് നമ്മുടെ സ്കിന്നിലോട്ടൊന്ന് കുത്തുവാണ്. അപ്പം ഇറ്റ്സ് എ വെരി ബേസിക് സ്പ്രിങ് മെക്കാനിസം. എന്തായാലും നമുക്ക് ഇതെല്ലാം നമ്മുടെ ഈ ക്യാരിങ് പൗച്ചിൻ്റെ അകത്ത് കൊണ്ടു നടക്കാവുന്നതുകൊണ്ട് ഇറ്റ് ഈസ് വെരി ഈസി ടു കീപ്പ് ഇറ്റ് എനിവെയർ. ആൻഡ് ദിസ് ക്യാരിങ് പൗച്ച് ഈസ് വാട്ടർ പ്രൂഫ്. മിക്കവാറും ഈ ബീറ്റോക്കാർ കുറേ ഓഫേഴ്സൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇറക്കാറുണ്ട്. അതിൻ്റെ അകത്തൊരു ടോപ്പ് ഡിസ്കൗണ്ട് ഓഫർ എൻ്റെ ഒരു ഫ്രണ്ടിന് കിട്ടിയായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഓർഡർ ചെയ്ത 850 ഈ എക്സാക്ട് കിറ്റ് തന്നെ ആ ഫ്രണ്ടിന് ഒരു 450 rupees കിട്ടി. പക്ഷേ ദാറ്റ് വാസ് ദ ഓഫർ ഓഫ് 25 strips ഓൺലി. അപ്പം ഡെഫിനറ്റ്ലി സ്ട്രിപ്സ് കുറവായിരുന്നു, എന്നാലും കംപ്ലീറ്റ് ഗ്ലൂക്കോമീറ്ററിൻ്റെ കിറ്റും കിട്ടി, അതല്ലാതെ കണക്ടറും കാര്യങ്ങളും എല്ലാം കിട്ടി. സോ യു നീഡ് ടു ലുക്ക് ഔട്ട് ഫോർ ബെറ്റർ ഓഫേഴ്സ്. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് ഓട്ടോമാറ്റിക്കലി ഡിജിറ്റൽ മാർക്കറ്റിംഗ് കാരണം വന്നുകൊണ്ടിരിക്കും. സോ ജസ്റ്റ് വെയിറ്റ് ഫോർ ദ റൈറ്റ് ഓഫർ. കാരണം ഇത് നിങ്ങൾക്ക് 1000 രൂപയ്ക്ക് മേടിക്കണമെന്നൊന്നും ആവശ്യമില്ല. കാരണം ഇവർ നല്ല ഡിസ്കൗണ്ട് ഓഫേഴ്സ് ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവരാറുണ്ട്. അപ്പോൾ ഇത് യു ക്യാൻ ബൈ ഇറ്റ് ഫോർ ആസ് ലെസ് ആസ് ഫോർ ₹450. അപ്പം ഇത് അതിൻ്റെ കൂടെ കിട്ടുന്ന ഒരു കോംപ്ലിമെൻ്ററി ഫുഡ് ഐറ്റമാണ് പോഹ എന്ന് പറയുമ്പം ഇവിടെ നോർത്ത് ഇന്ത്യയിലെ ഒരു ഡിഷാണെന്ന് പറയാൻ പറ്റും. പക്ഷേ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഈ അവലിൻ്റെ കൂട്ടുള്ള ഒരു സംഭവമാണ്. അപ്പം ബീറ്റോ കമ്പനി എന്ന് പറയുന്നത് ഒരു 2015 എസ്റ്റാബ്ലിഷ്ഡ് കമ്പനിയാണ്. അതിന് മുമ്പേ കുറേ ഗ്ലൂക്കോമീറ്റേഴ്സ് വർ അവൈലബിൾ ഇൻ ദ മാർക്കറ്റ്. അതിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു ഗ്ലൂക്കോമീറ്ററാണ് ആക്യുചെക്ക്. അപ്പം ആക്യുചെക്കിൻ്റെ ഗ്ലൂക്കോമീറ്റർ ആയിരുന്നു ഞാൻ എൻ്റെ വീട്ടിൽ ഇതിനു മുമ്പേ ഗ്ലൂക്കോസ് മോണിറ്ററിങ്ങിന് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് ഇത് ട്രഡീഷണൽ ഗ്ലൂക്കോമീറ്ററിൻ്റെ കൂട്ട് തന്നെയാണ്. നമുക്ക് ഇത് ഫോണിനോട് കണക്റ്റ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ എന്തായാലും തന്നെ ഇത് നമ്മൾ ഇതിന് മുമ്പേ യൂസ് ചെയ്തിട്ടുള്ളതാണ്. ആൻഡ് കമ്പാരിറ്റീവ്ലി ആക്യുചെക്ക് ഈസ് മച്ച് മോർ എക്സ്പെൻസീവ് ദെൻ ബീറ്റോ ഇസ് ന്യൂ ടു ദ മാർക്കറ്റ്. എന്നാലും അവർ ഇത്രയും ഫീച്ചേഴ്സൊക്കെ തരുന്നുണ്ട്, എന്നാലും പ്രൈസ് അവരുടെ കുറവാണ്, ഇൻക്ലൂഡിംഗ് ദ സ്ട്രിപ്സ്. വെറാസ് ആക്യുചെക്ക് ഹാസ് ബീൻ ഇൻ ദ മാർക്കറ്റ് ഫോർ മെനി ഇയേഴ്സ് നൗ. ആൻഡ് ഇതിൻ്റെ സ്ട്രിപ്പിൻ്റെ വിലയും കൂടുതലാണ്, അതല്ലാതെ യൂണിറ്റ് ഈസ് വെരി ബൾക്കി. സിൻസ് എൻ്റെ അടുത്ത് ഈ ആക്യുചെക്കിൻ്റെ ഓൾഡ് ഡിവൈസ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു കമ്പാരിസൺ വീഡിയോ എനിക്ക് ഉണ്ടാക്കാൻ പറ്റി. എന്തായാലും ഇതിൻ്റെ അകത്ത് ഈ പറയുന്ന ഇൻഫർമേഷൻ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഒരു ബ്രോഡർ പെർസ്പെക്റ്റീവ് തരും ടു ഡിസൈഡ് വെദർ ടു ബൈ ആക്യുചെക്ക് ഓർ ഗോ വിത്ത് ദ ലേറ്റസ്റ്റ് ബീറ്റോ. ഈ ആക്യുചെക്ക് ട്രഡീഷണലി വന്നുകൊണ്ടിരുന്ന ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് ബോക്സിൻ്റെ അകത്താണ്. ഇറ്റ്സ് എ വെരി സ്റ്റഡി പ്ലാസ്റ്റിക് ബോക്സ്, നല്ല പ്ലാസ്റ്റിക് ക്വാളിറ്റി കൊണ്ട് ഉണ്ടാക്കിയാണ്. ഈ ബോക്സ് കുറച്ച് ഡേർട്ടി ആയിരിക്കുമായിരുന്നു, കാരണം ഇറ്റ് ഹാസ് നോട്ട് ബീൻ യൂസ്ഡ് ഫോർ എ വെരി ലോങ് ടൈം. ആൻഡ് അതുപോലെ തന്നെ എടുത്ത് ഇത് വീഡിയോ ഉണ്ടാക്കുവാൻ തുടങ്ങിയാണ്. സോ let's open the box and everything is very organized in the box. So this is the lancing pen. ഇതിൻ്റെ അകത്ത് 2 lancing pen നിങ്ങൾക്ക് കാണാൻ സാധിക്കും. So basically I had a older AccuCheck unit and അത് ഔട്ട്ഡേറ്റ് ആയിരുന്നു. ആ കമ്പനി അതിൻ്റെ പ്രൊഡക്ഷനും അതിൻ്റെ സ്ട്രിപ്സും ഒക്കെ നിർത്തിയായിരുന്നു. അപ്പം അവർ തന്നെ നമുക്ക് ഒരു SMS മെസ്സേജ് വിട്ടായിരുന്നു, ഇഫ് യു ഹാവ് ദ ഓൾഡ് ഡിവൈസ് യു ക്യാൻ സ്പീഡ് പോസ്റ്റ് ഇറ്റ് ടു അസ്. ആൻഡ് അവർ പുതിയ ഡിവൈസ് നമുക്ക് അയച്ചു തരും. കാരണം നമ്മൾ ആ സമയത്ത് ഒരു 2000-3000 രൂപ കൊടുത്ത് ഈ ഒരു ഗ്ലൂക്കോമീറ്റർ മേടിച്ചായിരുന്നു. ആൻഡ് ആഫ്റ്റർ ലൈക്ക് 2 or 3 years കമ്പനി ആ മോഡൽ ഡിസ്കണ്ടിന്യൂ ചെയ്ത് ആ മോഡലിൻ്റെ കൂടെ ആ മോഡലിന് ഉണ്ടാക്കുന്ന ഷുഗർ സ്ട്രിപ്സും അവർക്ക് ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ ഷുഗർ സ്ട്രിപ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പഴയ യൂണിറ്റ് അല്ലെങ്കിൽ ആ പഴയ ഡിവൈസ് യൂസ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ദ കമ്പനി വാസ് കൈൻഡ് ഇനഫ് ടു കൺസിഡർ ഓൾ ദോസ് പീപ്പിൾ. ആൻഡ് അവർ നമ്മളോട് സ്പീഡ് പോസ്റ്റ് ആയിട്ട് അവരുടെ ഈ അഡ്രസ്സിലോട്ട് ഇത് അയച്ചു കൊടുക്കാൻ പറഞ്ഞു. പകരം അവർ പുതിയ ഈ ഒരു ഡിവൈസ് AccuCheck Active, ദ ലേറ്റസ്റ്റ് വൺ, അവർ അത് നമുക്ക് അഡ്രസ്സിലോട്ട് സെൻഡ് ചെയ്ത് തന്നു. സോ ദാറ്റ് ഈസ് വൺ ഗുഡ് തിങ് ദാറ്റ് ദേ ഡിഡ്. ആൻഡ് ദാറ്റ് വാസ് ഫോർ ഫ്രീ ഓഫ് കോസ്റ്റ്. അപ്പം അതിനുവേണ്ടി അവർ ഒരു എക്സ്ട്രാ ചാർജസും നമ്മളോട് മേടിച്ചിട്ടില്ല. പോസ്റ്റേജിൻ്റെ ചാർജ് മാത്രം നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് പേ ചെയ്യേണ്ടി വന്നു. എന്തായാലും അതിൻ്റെ ആ പഴയ പെന്നാണ് ആ ബ്ലൂ കളറിൻ്റെ പെൻ ഇരിക്കുന്നത്. ബ്ലാക്ക് ലാൻസിങ് പെൻ ആണ് പുതിയതിൻ്റെ കൂടെ കിട്ടിയ. സോ ദേ കോൾ ദിസ് പെൻ AccuCheck Soft Clicks. ദിസ് ഓൾസോ വർക്ക്സ് ഓൺ ദ സെയിം കോൺസെപ്റ്റ്. നമ്മുടെ സ്പ്രിംഗ് സിസ്റ്റമാണ്. നമ്മൾ നോർമൽ പെൻ പുഷ് ചെയ്യുന്ന പോലെ തന്നെ പുഷ് ചെയ്താൽ മതി. ഇത് യെല്ലോ ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ലോഡഡ്. ഇതിൻ്റെ ഫ്രണ്ട് സൈഡിൽ നമുക്ക് ഇതിൻ്റെ നീഡിലിൻ്റെ ഡെപ്ത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ആൻഡ് ഹെയർ ഇസ് ദ നീഡിൽ. സോ ദിസ് ഇസ് ദ ലാൻസെറ്റ് നീഡിൽ. ആൻഡ് ദിസ് ഇസ് ഓൾസോ സിമിലർ ടു
നിങ്ങൾ മുമ്പേ കണ്ട പോലെ തന്നെ അതിൻ്റെ കൂട്ട് ഉള്ള നീഡിൽ തന്നെയാണ്. ഇത് ഫോക്കസ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, കാരണം നല്ല ഷാർപ്പായിട്ടുള്ള എഡ്ജാണ്. എന്തായാലും ഇത് നമുക്ക് തിരിച്ച് ഈ പെന്നിൻ്റെ അകത്തോട്ട് ഫിക്സ് ചെയ്യാം. ഈ ഡെപ്ത് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാനുള്ള ഈ ഒരു പ്രൊവിഷൻ ഇത് മറ്റേ ആ പഴയ എവറിത്തിങ് ഇസ് സെയിം, ഓൺലി ദ കളർ ഇസ് ഡിഫറെൻറ്റ്. എവറിത്തിങ് എല്ലാം സെയിം തന്നെയാണ്, കളർ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതാണ് നമ്മുടെ AccuCheckൻ്റെ ഓൾഡ് സ്ട്രിപ്പിൻ്റെ ബോക്സ് വരുന്നത്. സ്പെസിഫിക്കലി ഇതിൻ്റെ അകത്ത് അവർ കുറേ ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു, സോ ദാറ്റ് നിങ്ങൾക്ക് ഇപ്പം ഞാൻ മേടിച്ച ഒരു സ്ട്രിപ്പ് വെച്ച് എൻ്റെ ഒരു നെയ്ബറിന് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. എല്ലാ സ്ട്രിപ്പിൻ്റെയും കൂടെ അവരുടെ യൂണീക്ക് ചിപ്പും കൂടെ തരുന്നുണ്ട്. ആ ചിപ്പ് നമ്മൾ ആദ്യം ഈ AccuCheck ഡിവൈസിൻ്റെ അകത്ത് ഇൻസേർട്ട് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ പെർട്ടിക്കുലർ സ്ട്രിപ്പ് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം കുറേ അവരുടെ എൻഡിൽ നിന്ന് കുറേ കാര്യങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് വേറെ ആളുടെ സ്ട്രിപ്പോ അല്ലെങ്കിൽ എക്സ്ട്രാ വന്നിട്ടുള്ള സ്ട്രിപ്പൊന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതല്ലാതെ ഈ സ്ട്രിപ്സിന് എക്സ്പയറി ഡേറ്റും ഉള്ളതാണ്, അപ്പോൾ ആ സമയം കൊണ്ട് നിങ്ങൾ യൂസ് ചെയ്തില്ലെങ്കിൽ ഇത് വേസ്റ്റ് ആയിപ്പോകും. ഇതാണ് നമ്മുടെ മെയിൻ യൂണിറ്റ്. വലിയൊരു ഡിസ്പ്ലേ ഉള്ള ഒരു യൂണിറ്റാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ആണ് മെയിൻ സെൻസർ ഉള്ളത്. ഇവിടുത്തെ കുറച്ച് ബ്ലഡ് ഉണ്ടെന്നാണ് തോന്നുന്നത്. ഇത് ഏതോ ഒരു എമർജൻസി സമയത്ത് ലാസ്റ്റ് ഉപയോഗിച്ചായിരുന്നു, അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളത് ക്ലീൻ ഒന്നും ചെയ്തിട്ടില്ല. എന്തായാലും ഇതിൻ്റെ ബാക്ക് സൈഡ് ഇത് ബാറ്ററി ഓപ്പറേറ്റഡ് ആണ്. അപ്പം ഇതിൻ്റെ ബാക്ക് സൈഡ് നമ്മൾ ഈ ചെറിയൊരു ബട്ടൺ സെല്ല് നമുക്ക് ഡെഫിനറ്റ്ലി ഇതിൻ്റെ അകത്ത് ഇതില്ലാതെ നമുക്കിത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ 3 വോൾട്ടിൻ്റെ ഈ ബാറ്ററി ആണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഇൻസേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ബാറ്ററി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പെർട്ടിക്കുലർ ഡിവൈസ് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്നാലേ ഇത് ഓൺ ആകത്തുള്ളൂ. ഇതിൻ്റെ ഡിസ്പ്ലേയും അല്ലെങ്കിൽ ഇതിൻ്റെ സെൻസറോ ഈ ഫങ്ഷൻസോ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ദാറ്റ് ഈസ് വൺ തിങ്. ബാക്ക് ദെൻ ആ സമയത്ത് നമ്മൾ മേടിച്ച സമയത്ത് ദിസ് വാസ് വൺ ഓഫ് ദി ബെസ്റ്റ് ടെക്നോളജീസ്. പക്ഷേ ഇപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എല്ലാം നമ്മൾ ഡിജിറ്റൽ ആയിക്കഴിഞ്ഞ് എല്ലാം നമ്മുടെ ഫോണിലോട്ട് ആയിക്കഴിഞ്ഞ് ഇതാണ് ഞാൻ മുമ്പേ പറഞ്ഞ ചിപ്പ്. ഈ ചിപ്പ് ആണ് നമുക്ക് ഈ പറഞ്ഞ സ്ട്രിപ്സിൻ്റെ കൂടെ കിട്ടുന്നത്. അപ്പോൾ ഈ സ്ട്രിപ്സ് വരുന്ന ഈ പാക്കറ്റിൽ തന്നെ നമുക്ക് ഈ യുണീക്ക് ചിപ്പ് ഇതിൻ്റെ കൂടെ കിട്ടും. അപ്പം ഈ യുണീക്ക് ചിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ പെർട്ടിക്കുലർ ബോക്സിൻ്റെ അകത്തുള്ള ഗ്ലൂക്കോ സ്ട്രിപ്പ് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഈ ഡിവൈസിൻ്റെ കൂടെ. അപ്പോൾ ഈ ചിപ്പ് ആദ്യം ഇതിൻ്റെ അകത്ത് ഇൻസേർട്ട് ചെയ്യണം. ബേസിക്കലി ഒരു കീൻ്റെ കൂട്ടാണ് എക്സ്ട്രാ സെക്യൂരിറ്റി ഫീച്ചർ അവർ കൊടുത്തേക്കുന്നത്. അപ്പം എന്തായാലും അതാണ് യൂണിറ്റ്. ഇതിൻ്റെ പാക്കേജിങ് അവർ നല്ല സൂപ്പർ രീതിയിലാണ് ചെയ്തേക്കുന്നത്. അതല്ലാതെ ഇവിടെ തന്നെ ഈ നമ്മുടെ ലാൻസിങ് നീഡിൽസ് വെക്കാനുള്ള ഒരു പ്രൊവിഷൻ അവർ കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഇതിൻ്റെ അകത്ത് ലാൻസിങ് നീഡിൽസ് നമുക്ക് ഒത്തിരി കുറവാണ് കിട്ടുന്നത്. ഒരു ലാൻസിങ് നീഡിൽ നിങ്ങൾക്ക് ഒരു 3-4 പ്രാവശ്യത്തിൽ കൂടുതൽ ഉപയോഗിക്കാവുന്നതാണ്. അതിൻ്റെ ആ ഷാർപ്നെസ് ഉള്ളതും വരെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇത് മോസ്റ്റ്ലി ഒരു പെയിൻലെസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്, കാരണം ഈ നീഡിൽസ് നല്ല ഷാർപ്പാണ്. അപ്പോൾ നമ്മൾ പിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വേദനയൊന്നും അറിയത്തില്ല. അപ്പോൾ എന്തായാലും ലാൻസിങ് ഈ നീഡിൽസ് നിങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ ടോട്ടലി പെയിൻലെസ് പ്രോസസ്സ്. അപ്പോൾ രണ്ടും സൈഡ് ടു സൈഡ് നമ്മൾ വെക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് സൈസ് ഈസ് ദ സെയിം. എന്നാലും ഇറ്റ് ഈസ് മച്ച് മോർ ഈസിയർ ടു ക്യാരി അറൗണ്ട് ദ B2 പാക്കേജ്. വേറാസ് ഇതിൻ്റെ അകത്ത് നമ്മുടെ യൂണിറ്റ് കുറച്ചുകൂടെ വലുതാണ്. എന്നാലും നമ്മളൊരു ടോട്ടൽ കമ്പാരിസൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരു ക്ലിയർ പിക്ചർ കിട്ടും. സ്റ്റാർട്ടിങ് വിത്ത് ദ ഡിവൈസ് യൂണിറ്റ് ഇറ്റ് സെൽഫ്, ഗ്ലൂക്കോമീറ്റർ. അപ്പം നമ്മുടെ AccuCheckൻ്റെ ഗ്ലൂക്കോമീറ്റർ ഇസ് വെരി ബിഗ് ഇൻ സൈസ് ആസ് കമ്പയർ ടു ദ B2 കർവ്. പിന്നെ ഈ AccuCheckൻ്റെ ഇത് ബാറ്ററി ഓപ്പറേറ്റഡ് ആണ്, വേറാസ് B2ൻ്റെ ഗ്ലൂക്കോമീറ്റർ ഡസ് നോട്ട് നീഡ് എനി ബാറ്ററി. ഇത് ബാറ്ററി ഇല്ലാതെ നിങ്ങളുടെ ഫോണിൻ്റെ USB പോർട്ടിലോട്ട് കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഐ തിങ്ക് ഇതാണ് ഒന്നുകൂടെ ഇക്കണോമിക്കൽ ആസ് കമ്പയർ ടു, കാരണം നിങ്ങൾക്ക് ഇതിൻ്റെ ബാറ്ററി AccuCheckൻ്റെ ബാറ്ററി തീർന്നു കഴിഞ്ഞാൽ പിന്നെ ബാറ്ററി മേടിക്കാനും പൈസ ചിലവാക്കേണ്ടി ആവശ്യമുണ്ട്. ആൻഡ് മൈൻഡ് യു, ഈ ബാറ്ററി 10-20 രൂപയ്ക്ക് കിട്ടുന്ന ബാറ്ററി ഒന്നുമല്ല. നല്ല ക്വാളിറ്റിയുടെ നിങ്ങൾ ബാറ്ററി ഇതിൻ്റെ മേടിക്കാൻ പോകുകയാണെങ്കിൽ ഒരു 100-120 രൂപ എങ്കിലും നിങ്ങൾക്കത് സ്പെൻഡ് ചെയ്യേണ്ടി വരും. എന്നിട്ട് ഈ ബാറ്ററി ഓൾമോസ്റ്റ് ഒരു 6 to 7 1 year വരെ ഓടുന്നതാണ്. അങ്ങനെ പ്രശ്നമൊന്നുമില്ല. എന്നാലും ലൈക്ക് ഇറ്റ് ഈസ് എ ആഡഡ് കോസ്റ്റ് ടു ദ എൻറ്റയർ സെറ്റപ്പ്. അപ്പം ബാറ്ററി ഇല്ലാതെ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഐ തിങ്ക് ദാറ്റ് ഈസ് എ മച്ച് മോർ ബെറ്റർ ഓപ്ഷൻ. അതല്ലാതെ
ഇതിൻ്റെ അകത്ത് ബീറ്റോക്കാർ നമുക്ക് ഒരു കൺവേർട്ടർ ജാക്കും തന്നിട്ടുണ്ട്. അപ്പം ടൈപ്പ് സി അല്ലാത്തവർക്ക് മൈക്രോ USB വെച്ചും ഈ ഒരു കൺവേർട്ടർ വെച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ സംസാരിക്കുന്ന ഈ ലാൻസെറ്റ് നീഡിൽസിനെ കുറിച്ചാണ്. ആക്യുചെക്ക് ഒത്തിരി കുറച്ച് ലാൻസെറ്റ് നീഡിൽസാണ് നമുക്ക് തന്നുകൊണ്ടിരുന്നത്. ആ ഒരു കമ്പാരിസൺ വെച്ച് നോക്കുമ്പോൾ ബീറ്റോക്കാർ ഐ തിങ്ക് ദേ ഹാവ് ഗിവൻ അസ് എ ലോട്ട് മോർ ദാൻ വാട്ട് ആക്യുചെക്ക് യൂസ് ടു ഗിവ്. അതുകൊണ്ട് തന്നെ ഐ വാസ് വെരി സർപ്രൈസ്ഡ്. ഞാൻ ഒത്തിരി സർപ്രൈസ് ആയിപ്പോയി ഇത്രയും ലാൻസെറ്റ് നീഡിൽസ് കണ്ടപ്പോൾ തന്നെ. പിന്നെ നമ്മൾ സംസാരിക്കുന്നത് ഈ ലാൻസിങ് പെന്നിനെ കുറിച്ചാണ്. അപ്പം ഇത് രണ്ടും ഓൾമോസ്റ്റ് സെയിം ആണ്, വലിയ ഡിഫറൻസ് ഒന്നുമില്ല. സ്പ്രിംഗ് ബേസ്ഡ് ടെക്നോളജിയാണ് ഇത്. പിന്നെ നമ്മൾ ഇതിൻ്റെ കേസിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഈ ഒരു പൗച്ച് കുറച്ച് ഒരു ചീപ്പായിട്ട് തോന്നുമെങ്കിലും ലൈക്ക് ദ മെറ്റീരിയൽ ഈസ് ഗുഡ്, വാട്ടർ പ്രൂഫാണ്. എന്നാലും നമ്മൾ ഈ ഒരു പ്ലാസ്റ്റിക് ബിൽഡിനോട് കമ്പയർ ചെയ്യുമ്പം ഇത് കുറച്ചുകൂടി സ്റ്റഡിയാണ്. നിങ്ങളുടെ യൂണിറ്റൊക്കെ ഇപ്പം നിങ്ങൾ ഒരു ബാഗിൻ്റെ അകത്തിട്ട് ആ ബാഗ് എവിടെയെങ്കിലുമൊക്കെ എറിയുകയാണെങ്കിൽ ഐ തിങ്ക് ദ പ്ലാസ്റ്റിക് കേസ് ഈസ് മച്ച് മോർ ബെറ്റർ. പക്ഷേ ദ ക്യാരി പൗച്ച് ഈസ് മച്ച് മോർ ഈസി ടു ക്യാരി അറൗണ്ട്. അതുകൊണ്ട് തന്നെ ഐ ഗിവ് 1 more point ടു ബീറ്റോക്കാർ. പിന്നെ നമ്മൾ വരുന്നത് സ്ട്രിപ്സിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പം ആക്യുചെക്കിൻ്റെ 50 സ്ട്രിപ്സ് ഓൾമോസ്റ്റ് ഐ ഗെസ് 800 rupees 850 rupees എങ്ങാണ്ടാണ് അതിൻ്റെ കോസ്റ്റ്. വേർ ആസ് നമ്മൾ ബീറ്റോയിൻ്റെ ഒരു സെയിം 50 സ്ട്രിപ്സിൻ്റെ ഒരു പാക്കറ്റ് മേടിക്കുകയാണെങ്കിൽ അറൗണ്ട് 600 or 500 rupees 600 to 500 rupees എങ്ങാണ്ട് കോസ്റ്റാണ് വരുന്നത്. അപ്പോൾ കമ്പാരിറ്റീവ്ലി സ്ട്രിപ്സിൻ്റെ കോസ്റ്റാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് നോക്കേണ്ടത്. കാരണം ഫസ്റ്റ് ടൈം നിങ്ങൾ ഈ ഒരു എക്യുപ്മെൻറ്റ് മേടിച്ച് കഴിയുമ്പോൾ പിന്നെ റിക്കറിങ് ആയിട്ടുള്ള ഒരു എക്സ്പെൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ട്രിപ്സ് മേടിക്കുന്നത് തന്നെയാണ്. അപ്പോൾ സ്ട്രിപ്സിൻ്റെ വില നിങ്ങൾ കറക്റ്റ് ഏതാണെന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മേടിച്ചാലേ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ബെനിഫിറ്റ് എടുക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ എക്സ്പെൻസീവ് സ്ട്രിപ്പ് ആണെങ്കിൽ പെർ ടെസ്റ്റിന് നിങ്ങൾ കൂടുതൽ പൈസ കൊടുക്കുന്നത്. അപ്പോൾ എന്തായാലും ആക്യുചെക്കിൻ്റെ സ്ട്രിപ്പ് ഇപ്പോഴും നല്ല എക്സ്പെൻസീവാണ്. ഈ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇതിൻ്റെ എങ്ങനെയാണെന്നുള്ള ഒരു ആ കംപ്ലീറ്റ് പ്രോസസ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഇപ്പം ഞാൻ പറഞ്ഞില്ലയോ, ഇപ്പോൾ എൻ്റെ ടൈപ്പ് സി ഉള്ള ഫോണും കൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളൊരു മൈക്രോ USB ഉള്ള ഒരു ഫോണിലോട്ടായിരിക്കും. അതുകൊണ്ട് നമ്മുടെ മൈക്രോ USB ഉള്ള എൻ്റെ അമ്മയുടെ ഫോണിലോട്ടാണ് നമ്മളിത് കണക്ട് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് മൈക്രോ USB ഉള്ള ഒരു ഫോണിലോട്ടാണ് നമ്മളിത് കണക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് നമ്മൾ ഇത് കണക്ട് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവരുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത ആപ്പ് ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആകും. അത് ഓപ്പൺ ആയി കഴിയുമ്പോൾ തന്നെ അതിൻ്റെ അകത്ത് ഓപ്ഷൻ വരിക ഇൻസേർട്ട് സ്ട്രിപ്പ്. അപ്പോൾ നമ്മൾ ഈ സ്ട്രിപ്പ് പ്രോപ്പർലി ബ്ലാക്ക് സൈഡ് വെച്ച് മുകളിലോട്ട് നമ്മൾ ഇത് ഈ സൈഡിലോട്ട് കയറ്റി അകത്തോട്ട് കൊടുക്കണം. ഇത് കൊടുക്കുമ്പോഴേ അപ്ലൈ ബ്ലഡ് ഓൺ ദ സ്ട്രിപ്പ് എന്ന് എഴുതി വരും. റിമൂവ് ചെയ്യുമ്പോൾ ഇൻസേർട്ട് സ്ട്രിപ്പ് ശരിക്കും ഇൻസേർട്ട് ചെയ്ത് കഴിയുമ്പോൾ തന്നെ അപ്ലൈ ബ്ലഡ് എന്നുള്ള ആ ഒരു ഓപ്ഷൻ വരും. അപ്പം നമ്മൾ ഇനിയും ലാൻസിങ് പെൻ നമ്മൾ ലോഡ് ചെയ്യുക. ഇത് ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഫിംഗർ ടിപ്പ് നല്ലപോലെ ടൈറ്റായിട്ട് പിടിക്കണം. എന്നിട്ട് ഈ ലാൻസിങ് പെന്ന് ഫിംഗർ ടിപ്പിലോട്ട് വെച്ചിട്ട് ജസ്റ്റ് ആ ബട്ടൺ ഒന്ന് അമർത്തുക. പെയിൻലെസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ബട്ടൺ അമർത്തുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു കറക്റ്റ് ബ്ലഡ് സാമ്പിൾ കിട്ടും. കുറച്ചൊന്ന് ഫിംഗർ അമർത്തണം. എന്നിട്ട് കുറച്ച് ഈ ബ്ലഡ് സാമ്പിൾ വരുന്നത് തന്നെ നിങ്ങൾ എളുപ്പം ആ സ്ട്രിപ്പിൻ്റെ ആ യെല്ലോ എൻഡിലോട്ട് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. ടച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാപ്പിലറി ആക്ഷൻ കാണാൻ സാധിക്കും. നിങ്ങൾ ബ്ലഡ് വലിച്ചെടുത്തോളും. എന്നിട്ട് ഇതിൻ്റെ അകത്ത് ഒരു 10 സെക്കൻഡ് കൗണ്ട് ഡൗൺ സ്റ്റാർട്ടാകും. ആ കൗണ്ട് ഡൗൺ കഴിയുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ബ്ലഡ് ഷുഗർ റീഡിങ് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ 267 ആണ് റീഡിങ് കാണിക്കുന്നത്. അത് കൂടുതലാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഒരു റീഡിങ് കൂടെ എടുത്തു നോക്കാം, വെദർ ഇത് ശരിക്കും ഉള്ള റീഡിംഗ് ആണോ കാണിക്കുന്നത് അതോ റാൻഡം റീഡിങ്സ് ആണോ കാണിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അല്ലാതെ നിങ്ങൾക്ക് റീഡിങ്ങിനെ കുറിച്ചുള്ള ഒരു പ്രോപ്പർ ഇൻഫർമേഷനും ഇതിൻ്റെ അകത്ത് കിട്ടും. അതല്ലാതെ അലേർട്ട്സും നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എന്തായാലും ഇതിൻ്റെ അകത്ത് ഈ നമ്മൾ എടുക്കുന്ന റീഡിങ്സ് എല്ലാം ഓട്ടോ സേവ് ആകുവാണ്. നിങ്ങൾക്ക് ടെൻഷൻ ഫ്രീ ആയിട്ട് എപ്പം വേണമെങ്കിലും റീഡിംഗ് എടുക്കാം. ആ റീഡിങ്ങിൻ്റെ ലോഗ്സ് എല്ലാം പ്രോപ്പർലി ഇതിൻ്റെ അകത്ത് മെയിൻറ്റെയിൻ ആയിരിക്കും. വേറാസ് നിങ്ങളുടെ അടുത്ത് ഒരു ആക്യുചെക്കിൻ്റെ ഒരു ഗ്ലൂക്കോമീറ്റർ ആണെങ്കിൽ നിങ്ങൾ ഈ റീഡിങ്സ് എല്ലാം എവിടെയെങ്കിലും ഒരു പേപ്പറിൽ എഴുതി വെക്കണം. ആ പേപ്പറിൽ എഴുതി വെച്ചിട്ട് പിന്നെ നിങ്ങൾക്ക് അത് നിങ്ങളുടെ ഡോക്ടറിന് വേണമെങ്കിൽ പോകുമ്പോൾ അത് കൊണ്ടുപോയി കാണിക്കണം. വേറാസ് ഇതിൻ്റെ അകത്ത് ഈ കംപ്ലീറ്റ് ലോഗ് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഡോക്ടറിന് ഇമെയിലായിട്ട് അയക്കാൻ സാധിക്കും. അതല്ലാതെ നിങ്ങൾ
പ്രോപ്പർ ഒരു എന്നും അല്ലെങ്കിൽ ഒരു ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ റീഡിങ് എടുക്കുവാണെങ്കിൽ, ഫാസ്റ്റിങ്ങും അതല്ലാതെ റാൻഡം ബ്ലഡ് ഷുഗറിൻ്റെ റീഡിങ് എടുക്കുവാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ഒരു കാൽക്കുലേറ്റഡ് എസ്റ്റിമേറ്റഡ് HbA1c ഒരു വാല്യൂ അവർ പ്രോപ്പർലി അവരുടെ ഒരു ആൽഗോരിതം വെച്ച് അവർ ഇതിൻ്റെ അകത്ത് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ നമുക്ക് കുറേ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡേറ്റ ആണ്. അതുകൊണ്ട് തന്നെ ഐ തിങ്ക് ദിസ് ഈസ് എ വെരി അമേസിങ് പ്രോഡക്റ്റ് ദാറ്റ് B2 ഹാസ് ബ്രോട്ട് ടു ദ മാർക്കറ്റ്, അതും ഇത്രയും കുറഞ്ഞൊരു പ്രൈസിൽ. അതല്ലാതെ ഇവരുടെ ആപ്പിൻ്റെ അകത്ത് നമുക്ക് നമ്മുടെ ഫിറ്റ്നസ് ട്രാക്കേഴ്സിനെ കൂടെ കണക്ട് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ ഗൂഗിൾ ഫിറ്റിൻ്റെ ബാൻഡ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫിറ്റ്ബിറ്റിൻ്റെ ബാൻഡ് ഉണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് ഈ ഒരു പെർട്ടിക്കുലർ ഇവരുടെ B2 ആപ്പിൻ്റെ അകത്ത് കണക്ട് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ബ്ലഡ് ഷുഗർ ലെവൽ മാത്രമല്ല, അതല്ലാതെ നിങ്ങൾ എത്ര കാലറി ബേൺ ചെയ്യുന്നു, ടോട്ടലി നിങ്ങളുടെ ഒരു ഫിറ്റ്നസ്സിനെ കുറിച്ചുള്ള ഒരു ഇൻഫർമേഷൻ ഇവരുടെ ആപ്പിൻ്റെ അകത്ത് തന്നെ നിങ്ങൾക്ക് സ്റ്റോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഡെഫിനറ്റ്ലി അത് നല്ലൊരു ഫീച്ചർ തന്നെയാണ്. പിന്നെ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ ഇവരുടെ ഈ ആപ്പിൻ്റെ അകത്ത് തന്നെ സ്റ്റോറുണ്ട്. ഈ സ്റ്റോറിൻ്റെ അകത്ത് കുറേ ഫുഡ് ഐറ്റംസും ബിസ്ക്കറ്റ്സും ഓർഗാനിക് ആയിട്ടുള്ള കുറേ ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ ഇവർ ഇതിൻ്റെ അകത്ത് സെല് ചെയ്യുന്നുണ്ട്. അതല്ലാതെ നമ്മൾ ഈ B2 ഫാമിലി ജോയിൻ ചെയ്യുമ്പോൾ തന്നെ ഇവർ നമുക്ക് മെഡിസിൻസ് അപ് ടു 20% ഓഫും തരുന്നുണ്ട്. അതല്ലാതെ ഇവരുടെ ത്രൂ നമ്മൾ ലാബ് ടെസ്റ്റോ വല്ലതും ചെയ്യിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ലാബ് ടെസ്റ്റിലൊക്കെ 50% ഡിസ്കൗണ്ട് വരെ കിട്ടാൻ സാധ്യതയുണ്ട്. അതല്ലാതെ ഹെൽത്ത് കോച്ചും ഇവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ വേറെ ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ബ്ലഡ് ഷുഗർ റീഡിങ് അഥവാ ഒത്തിരി കൂടുതലാണെങ്കിൽ അല്ലെങ്കിൽ ഒത്തിരി കുറഞ്ഞു പോവുകയാണെങ്കിൽ ഇവരുടെ ടെക്നിക്കൽ ടീം അല്ലെങ്കിൽ ഇവരുടെ സപ്പോർട്ട് ടീം നമുക്ക് വിളിച്ച് കുറേ ടിപ്സും തരും. അതല്ലാതെ കുറേ കാര്യങ്ങൾ അവർ പറഞ്ഞു തരും, എങ്ങനെ ആഹാരം കഴിക്കേണ്ടത് അല്ലെങ്കിൽ എന്തുവാ നമ്മുടെ ഡയറ്റിൽ നമുക്ക് എന്തൊക്കെ ചേഞ്ചസ് കൊണ്ടുവരാം. അങ്ങനെ ഒരു പേഴ്സണലൈസ്ഡ് ഫീൽ അല്ലെങ്കിൽ ഒരു പേഴ്സണലൈസ്ഡ് കണക്ഷൻ അവരുടെ കസ്റ്റമറിൻ്റെ കൂടെ ഉണ്ടാക്കാൻ ടോട്ടലി ശ്രമിക്കുന്നുണ്ട്. ആൻഡ് ഐ തിങ്ക് ദിസ് ഈസ് എ ഗ്രേറ്റ് ഇനിഷ്യേറ്റീവ് ബൈ B2. പിന്നെ അതല്ലാതെ മെയിനായിട്ട് നമുക്ക് ഈ മേടിക്കാനുള്ള സ്ട്രിപ്പ് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ സ്ട്രിപ്പ് ഇവരുടെ ഈ ആപ്പിൽ നിന്ന് തന്നെ ഓർഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഗ്ലൂക്കോമീറ്റർ സ്ട്രിപ്സ്, ഇപ്പോൾ സ്ട്രിപ്സ് നാണ്ട് 50 സ്ട്രിപ്സ് പ്ലസ് 50 ലാൻസെറ്റ്സ്. അപ്പം നീഡിൽ സ്ട്രിപ്സിൻ്റെയും കാര്യമാണ് ഇവർ പറയുന്നത്. അത് ഒരു 749 ഓൾമോസ്റ്റ് 800 റുപ്പീസ്. ഞാൻ മുമ്പേ ആക്യുചെക്കിൻ്റെ ജസ്റ്റ് സ്ട്രിപ്സിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഇതിൻ്റെ അകത്ത് ഇവർ ലാൻസെറ്റും കൂടെ തരുന്നുണ്ട്. അപ്പോൾ ഐ തിങ്ക് ദ പ്രൈസ് ഇസ് ജസ്റ്റിഫൈഡ് ഫോർ 50 സ്ട്രിപ്സ്. അത് കഴിഞ്ഞിട്ട് പിന്നെ 100 സ്ട്രിപ്സും 100 ലാൻസെറ്റ്സും. അപ്പം ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഇതിൻ്റെ അകത്തൊന്ന് ഷോപ്പ് ചെയ്യാവുന്നതാണ്. അതല്ലാതെ ഇതിൻ്റെ അകത്ത് നല്ലൊരു ഫീച്ചർ ഞാൻ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാ പ്രാവശ്യവും എന്തെങ്കിലും നിങ്ങളുടെ ബ്ലഡ് ഷുഗറൊക്കെ ടെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കുറേ പോയിൻറ്റ്സ് ഇവർ തരും. ഇപ്പം 2 പ്രാവശ്യം ചെക്ക് ചെയ്യുമ്പോൾ എനിക്ക് 5 പോയിൻറ്റ്സ് വെച്ച് കിട്ടി. ആ പോയിൻറ്റ്സ് എനിക്ക് വേണമെങ്കിൽ ഈ എന്തെങ്കിലുമൊക്കെ ഞാൻ ഇവരുടെ ഷോപ്പിൽ നിന്ന് ഓർഡർ ചെയ്യുകയാണെങ്കിൽ അവർക്ക് നമുക്ക് ആ പോയിൻറ്റ്സ് റീഡീം ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഓൾ ഓവർ ഇവർ നല്ലൊരു ഓഫേഴ്സൊക്കെ നമുക്ക് തരുന്നുണ്ട്. എൻ്റെ ഫിംഗർ ടിപ്പ് നല്ല ടൈറ്റായിട്ട് പ്രസ് ചെയ്യുക. എന്നിട്ട് ഈ ലാൻസിങ് പെൻ അടുത്തോട്ട് വെച്ചിട്ട് ജസ്റ്റ് ആ ബട്ടൺ ഒന്ന് അമർത്തി കൊടുക്കുക. ബട്ടൺ അമർത്തി കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ബ്ലഡ് സാമ്പിൾ വരും. വളരെ പെയിൻലെസ് ആയിട്ടുള്ള ഒരു ഉറുമ്പ് കടിക്കുന്ന പോലും തോന്നത്തില്ല. എന്നിട്ട് നമ്മൾ ഈ സ്ട്രിപ്പിൻ്റെ ആ യെല്ലോ എൻഡ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. അത് ടച്ച് ചെയ്യുമ്പോൾ തന്നെ ഒരു കാപ്പിലറി ആക്ഷൻ കാരണം ഇത് ആ ബ്ലഡിനെ അങ്ങ് വലിച്ചെടുക്കും. ബ്ലഡ് വലിച്ചെടുക്കുമ്പോൾ തന്നെ നമുക്ക് മോളി ഫോണിൽ കാണാൻ സാധിക്കും കൗണ്ട് ഡൗൺ 10 സെക്കൻഡ്സിൻ്റെ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ആകുന്നത്. 10 സെക്കൻഡ്സ് കഴിയുമ്പോൾ തന്നെ നമുക്ക് റീഡിങ് ഇതിൻ്റെ അത് ഷോ ആവും. ഇപ്പം ഇത് ഒരു കറക്റ്റ് ഫാസ്റ്റിംഗ് റീഡിംഗ് ആണ് ഇതിൻ്റെ അകത്ത് കാണിക്കുന്നത്. അപ്പം കൺട്രോൾ ബ്ലഡ് ഷുഗറാണ്, അതുകൊണ്ട് തന്നെ അത് ഗ്രീൻ കളറിലാണ് ഷോ ചെയ്യുന്നത്. ഇനി നമുക്ക് ഒന്ന് വെബ് റിസർച്ച്, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ വെബ് റിസർച്ച് നമുക്ക് ചെയ്ത് ഏതാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഏതാണ് രണ്ടിൻ്റെ ഒരു പ്രൈസ് കമ്പാരിസണും അല്ലാതെ ജെൻഡർ കമ്പാരിസണും ഒന്ന് ചെയ്ത് നോക്കാം. സോ ദാറ്റ് നിങ്ങൾക്ക് ഇത് ടോട്ടലി ക്ലിയർ ആകും. ഡെഫിനറ്റ്ലി നിങ്ങൾ B2ൻ്റെ തന്നെ മേടിക്കുക. എന്നാലും ഏതെങ്കിലും ഒരാൾ പലപ്പോഴും നമ്മൾ കുറേ കൺഫ്യൂഷൻ ആകാറുണ്ട്, എന്തുകൊണ്ടാണ് അതേത് ഫീച്ചറാണ്, ആ ഫീച്ചർ കാരണമാണോ നമ്മൾ B2യിലോട്ട് വരുന്നത്. അതുകൊണ്ട് ആ ഫീച്ചർ നിങ്ങൾ അറിഞ്ഞിരിക്കണം. രണ്ടിലും ഉള്ള ഡിഫറൻസ് നിങ്ങൾ അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് നമ്മളൊരു ക്വിക്ക് വെബ് കമ്പാരിസൺ ചെയ്യാൻ പോവുകയാണ്. അപ്പം B2 ഗ്ലൂക്കോമീറ്റർ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ടോപ്പ് ആഡ്സ് കാണാൻ സാധിക്കും. ഇതിനകത്ത് 750 രൂപ തൊട്ട് സ്റ്റാർട്ട് ആകുന്നുണ്ട്. അതല്ലാതെ ഒരു കിറ്റ് നമുക്ക് കിട്ടുന്ന 1430 രൂപ, അതും 20 സ്ട്രിപ്പ് മാത്രമുള്ളത്. അപ്പോൾ ഇത് ഈസി ഫാർമ എന്ന് പറയുന്ന ഏതൊരു വെബ്സൈറ്റാണ് സെല്ല് ചെയ്യുന്നത്. പിന്നെ 1 mg ഈ സെയിം 20 സ്ട്രിപ്സ് ഉള്ള ഈ ഗ്ലൂക്കോമീറ്റർ കിറ്റ് നമുക്ക് 865 റുപ്പീസിന് കിട്ടുന്നു. അപ്പം സെയിം സാധനം തന്നെ നിങ്ങൾക്ക്
കാണാൻ സാധിക്കും ഇത്രയും വലിയ പ്രൈസ് ഡിഫറൻസിലാണ് ഇവർ സെല്ല് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ അത് പ്രോപ്പർലി സ്റ്റഡി ചെയ്തിട്ട് തന്നെ നിങ്ങൾ അത് മേടിക്കുക. അതേപോലെ തന്നെ ഇപ്പം ലെഫ്റ്റിലുള്ള റൈറ്റിലുള്ള രണ്ടും 1 mg തന്നെ അഡ്വർടൈസ്മെൻ്റ് ആണ്. ഒരെണ്ണത്തിൽ ബീറ്റോ സ്മാർട്ട്, ഒരെണ്ണത്തിൽ ബീറ്റോ കർവ് ആണ് കിട്ടുന്നത്. 750 റുപ്പീസ് നിങ്ങൾക്ക് 25 സ്ട്രിപ്സ് കിട്ടുന്നുണ്ട്. വേറാസ് ഓൺ ദ റൈറ്റ് സൈഡ് 865 റുപ്പീസ് നിങ്ങൾക്ക് 20 സ്ട്രിപ്സ് മാത്രം കിട്ടുന്നുള്ളൂ. ആൻഡ് ബോത്ത് ഓഫ് ദം ഇൻക്ലൂഡ് ദ ഗ്ലൂക്കോമീറ്റർ. അപ്പം നിങ്ങൾ മേടിക്കുമ്പോൾ പ്രോപ്പർ നല്ല ഓഫേഴ്സ് ചെക്ക് ചെയ്തിട്ട് കമ്പാരിസനൊക്കെ ചെയ്തിട്ട് മാത്രമേ മേടിക്കാവൂ. ഈവൻ ദോ ഞാൻ ബെസ്റ്റ് ബൈ ലിങ്ക് വീഡിയോൻ്റെ താഴെ ഇടുന്നതായിരിക്കും. ബെസ്റ്റ് ബൈ ലിങ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് പോയി റെഫർ ചെയ്യാവുന്നതാണ്. ബെസ്റ്റ് പ്രൈസ് അവിടെ കിട്ടുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഓർഡർ ചെയ്യുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് സിമ്പിൾ ഒരു ബീറ്റോ ഗ്ലൂക്കോമീറ്റർ സെർച്ച് ഒന്ന് ചെയ്യുമ്പോൾ തന്നെ ടോപ്പ് ആഡ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആ ആഡ്സിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓഫർ നിങ്ങൾ ചൂസ് ചെയ്തെടുക്കുക. അങ്ങനെ കുറേ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നാണ്ട് 830 റുപ്പീസിന് തന്നെ 50 സ്ട്രിപ്സ് വിത്ത് കംപ്ലീറ്റ് കിറ്റ് കിട്ടുന്നുണ്ട്. ഇതാണ് ഞാൻ ഓർഡർ ചെയ്ത എക്സാക്ട് ആ ഒരു പാക്കേജ്. അപ്പം ദർ ഇസ് എ വെരി ഹ്യൂജ് വേരിയേഷൻ ഇൻ ഡിഫറെൻറ്റ് മോഡൽസ്. ഓൾമോസ്റ്റ് ബീറ്റോ കർവ് എല്ലാം സെയിം മോഡൽ തന്നെയാണ്. അതേപോലെ നമ്മൾ ആക്യുചെക്ക് ആക്റ്റീവിനെ കുറിച്ച് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ് 50 സ്ട്രിപ്സ് 800 റുപ്പീസിൻ്റെ ആണ്. വേറെ 100 സ്ട്രിപ്പ് 1400 ആണ്. അപ്പം ഇതിൻ്റെ എല്ലാത്തിൻ്റെ റേറ്റ്സ് ഇങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കും. എന്നാലും ഐ തിങ്ക് ആക്യുചെക്ക് ഈസ് എ പ്രിറ്റി ഓൾഡ് തിങ്. ഇത് കുറേ പഴയ കമ്പനിയാണ്. ഇപ്പം ഇവർ ഈ പ്രൊവൈഡ് ചെയ്യുന്ന ഈ ഒരു ടെസ്റ്റിംഗ് കിറ്റ് അല്ലെങ്കിൽ ഈ ഒരു ഗ്ലൂക്കോമീറ്റർ ഈസ് വെരി ഔട്ട്ഡേറ്റഡ്. അപ്പം ഈ ഔട്ട്ഡേറ്റഡ് സാധനത്തിന് യൂഷ്വലി വില കുറയുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോഴും അവർ ആ ഒരു പ്രൈസിൽ തന്നെയാണ് വിറ്റുകൊണ്ടിരിക്കുന്നത്. അതല്ലാതെ അത്രയും ഫീച്ചേഴ്സ് ഒന്നുമില്ല. ഇത് ഒന്നുകൂടെ ഉപയോഗിക്കാൻ ഇച്ചിരി കൂടെ ബുദ്ധിമുട്ടുള്ള ഒരു ഡിവൈസ് ആണെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. കാരണം നമ്മൾ ഈസി ആയിട്ടുള്ള ഒരു ഡിവൈസ് യൂസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ആ ഓൾഡ് ഡിവൈസിലോട്ട് മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി നമ്മൾ കുറഞ്ഞു പോകുന്നു. പ്ലസ് ഓൾഡ് ഡിവൈസിലോട്ട് നമ്മൾ ഒരു ബഡ്ജറ്റിനെ കൺസിഡർ ചെയ്ത് മൂവ് ചെയ്യുകയാണെങ്കിലും നമുക്ക് മനസ്സിലാവും. പക്ഷേ ഇവിടെ നമ്മൾ അത്രയും പൈസ, അതിൽ കൂടുതൽ പൈസ കൊടുക്കുകയും വേണം, എന്നാൽ അത്രയും ഫീച്ചേഴ്സ് കിട്ടുന്നുമില്ല. അതുകൊണ്ട് തന്നെ ഐ ഡോണ്ട് തിങ്ക് ആക്യുചെക്ക് ഈസ് എനി ഓഫ് ദ ഓപ്ഷൻസ് എനിവേ നൗ. അതുകൊണ്ട് എന്തായാലും നമുക്ക് ആക്യുചെക്കിൻ്റെ വെബ്സൈറ്റിൽ ഒന്ന് പോയി നോക്കാം അവർ എന്തുവാ പറയുന്നതെന്ന്. ഗെറ്റ് പേഴ്സണലൈസ്ഡ് ഡയബറ്റീസ് കോച്ചിങ് ഓൺലി വിത്ത് ആക്യുചെക്ക് ആക്റ്റീവ്. ഓൺലി വിത്ത് ആക്യുചെക്ക് ആക്റ്റീവ് അല്ല, ഇപ്പം ബീറ്റോയും തരുന്നുണ്ട്. അത് കമ്പാരിറ്റീവ്ലി മച്ച് മോർ ലെസ് പ്രൈസിലാണ്. അതല്ലാതെ കുറേ കൺസൾട്ടിങ് അവർ ഫ്രീ ആയിട്ടും തരുന്നുണ്ട്. എന്തായാലും ഇവർ ഇപ്പോഴും ആ പഴയ പ്രൊഡക്റ്റ് പുതിയ മാർക്കറ്റിംഗ് ടെക്നിക്സിലൊക്കെ വിൽക്കാൻ ശ്രമിക്കുവാണ്. ആൻഡ് അതേപോലെ തന്നെ ഒരു സബ്സ്ക്രിപ്ഷൻ പ്ലാൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആൻഡ് ദിസ് ഓൾ ഈസ് വെരി അൺനെസസറി. നിങ്ങൾ പ്രോപ്പർ നിങ്ങളുടെ ഗ്ലൂക്കോമീറ്റർ ഇവിടെ ചെക്ക് ചെയ്യുക. അതാണ്ട് ഇവിടെ ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഇവർ ഡയറക്റ്റ് സെല് ചെയ്യുന്നില്ല. അവരുടെ ക്ലിക്ക് ചെയ്തപ്പോൾ തന്നെ ഇവർ 1 mg റീഡയറക്റ്റ് നമ്മൾ ചെയ്തേക്കുന്നത്. എന്നിട്ട് ഗ്ലൂക്കോമീറ്റർ പ്ലസ് ബോക്സ് ഓഫ് 10 സ്ട്രിപ്സ് 10 സ്ട്രിപ്പ് മാത്രമേ അവർ ഫ്രീ തരുന്നുള്ളൂ. അത് 1447 രൂപയ്ക്കാണ് അവർ തരുന്നത്. അപ്പം ദാറ്റ് ഈസ് വെരി എക്സ്പെൻസീവ് ആസ് കമ്പയർഡ് ടു ഞാൻ അത് ഒരു 850 റുപ്പീസിനാണ് ബീറ്റോയിൻ്റെ അത് മേടിച്ചത്. അതിൻ്റെ അകത്ത് എനിക്ക് 50 സ്ട്രിപ്സും കിട്ടിയിട്ടുണ്ട്, 50 ലാൻസിങ് നീഡിൽസും കിട്ടിയിട്ടുണ്ട്. അതല്ലാതെ ഗ്ലൂക്കോമീറ്റർ യൂണിറ്റും കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിനോട് കമ്പയർ ചെയ്യുമ്പോൾ അത് ഒത്തിരി ബെറ്ററാണ്. കാരണം അത് നമുക്ക് നമ്മുടെ സ്മാർട്ട് ഫോണിലോട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. ഇത് ആകുമ്പോൾ നമ്മൾ ബാറ്ററിയും സെപ്പറേറ്റ് മേടിക്കണം, അല്ലാതെ ഓപ്പറേഷനും ഇച്ചിലൂടെ ഒരു ഓൾഡ് ഫാഷൻഡ് ആണ്. അപ്പോൾ ഡെഫിനറ്റ്ലി യു ഡോണ്ട് ഹാവ് ടു തിങ്ക്, നിങ്ങൾക്ക് ഇത് ചിന്തിക്കേണ്ട ഒരു ആവശ്യമില്ല ആക്യുചെക്ക് മേടിക്കണോ അതോ ബീറ്റോയുടെ ഗ്ലൂക്കോമീറ്റർ മേടിക്കണോ. ദർ ഈസ് വൺ സ്ട്രേറ്റ് ഓപ്ഷൻ, ബീറ്റോയിൻ്റെ ഗ്ലൂക്കോമീറ്റർ മാത്രം മേടിച്ചാൽ മതി. കാരണം ഇറ്റ് ഈസ് മച്ച് മോർ ബെറ്റർ ആൻഡ് മച്ച് മോർ പോക്കറ്റ് ഫ്രണ്ട്ലി ഓൾസോ. അതല്ലാതെ ഇവരുടെ ആക്യുചെക്കിൻ്റെ തന്നെ പുതിയൊരു വെർഷൻ അവർ ഇറക്കിയിട്ടുണ്ട്. ഈ പുതിയ വെർഷൻ ഇതിൻ്റെ അകത്ത് ബ്ലൂടൂത്ത് ഉള്ളതാണ്. അപ്പം ബ്ലൂടൂത്ത് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു യൂണിറ്റിൻ്റെ അകത്ത് ബാറ്ററി ഇടാതെ ബ്ലൂടൂത്ത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഐ ഡോണ്ട് തിങ്ക് ദിസ് ഈസ് എ ഗുഡ് ഐഡിയ. എന്തായാലും ഇതൊന്ന് ഇവിടെ കണ്ടതുകൊണ്ട് തന്നെ മാത്രം ഞാൻ പറയുന്നതേ ഉള്ളൂ. ബിക്കോസ് യു മൈറ്റ് ഗെറ്റ് കൺഫ്യൂസ്ഡ്, ബ്ലൂടൂത്ത് ഉള്ളത് മേടിക്കണോ ബ്ലൂടൂത്ത് ഇല്ലാത്തത് മേടിക്കണോ. ബ്ലൂടൂത്ത് ഉള്ളത് മേടിച്ചുകൊണ്ട് കാര്യമൊന്നുമില്ല. എന്തായാലും നമ്മൾ ആ യൂണിറ്റ് അകത്ത് ബാറ്ററി ഇടണം, ബാറ്ററി ഇട്ട് അത് സെപ്പറേറ്റ്ലി ഓപ്പറേറ്റ് ചെയ്യണം, പിന്നെ അത് ഫോണിനോട് കണക്ട് ചെയ്യണം. അതൊക്കെ കുറേ ഒരു ടാസ്ക്കാണ്. നമ്മൾ സിംപ്ലി ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്യാൻ നേരത്ത് അത് നമ്മൾ USB പോർട്ടിലോട്ട് കണക്ട് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ആപ്പിൻ്റെ അകത്ത് ഓൺ ആകും. അതുകൊണ്ട് ഐ തിങ്ക് ദർ ഇസ് നോ കൺഫ്യൂഷൻ, ദർ ഹാസ് ടു ബി നോ കൺഫ്യൂഷൻ. നിങ്ങൾ കണ്ണ് അടച്ച് ബീറ്റോയിൻ്റെ ഗ്ലൂക്കോമീറ്റർ മേടിക്കുക. ഇനി നമുക്ക് ബീറ്റോയിൻ്റെ വെബ്സൈറ്റിലോട്ട് പോകാം. ബീറ്റോയിൻ്റെ വെബ്സൈറ്റിൽ നമുക്ക് ഇവരുടെ ഈ 2 യൂണിറ്റ് കാണാൻ സാധിക്കും, ബീറ്റോ സ്മാർട്ട്, ബീറ്റോ കർവ്. ബീറ്റോ കർവ് ആണ് നമ്മൾ മേടിച്ചേക്കുന്നത്. ബീറ്റോ സ്മാർട്ട് കുറച്ചുകൂടെ ഓൾഡർ ഫോൺസിനാണ്. അതിൻ്റെ അകത്ത് നമ്മൾ ഈ ഹെഡ്ഫോൺ ജാക്കിലോട്ട് ഈ യൂണിറ്റ് കയറ്റി വെച്ചാൽ മതി. എന്തായാലും ഇവർ ഇതിൻ്റെ അകത്ത്
എല്ലാ ഫീച്ചേഴ്സും മൊബൈൽ ആപ്പിൻ്റെ ത്രൂ ആണ് ഇവർ തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ഫീച്ചേഴ്സ് എല്ലാം നമുക്ക് ഇപ്പം നാണ്ട് ഇവരുടെ വെബ്സൈറ്റിൽ തന്നെ 1000 രൂപയ്ക്കാണ് ഇവർ ഈ ഒരു പാക്കേജ് ലിസ്റ്റ് ചെയ്തേക്കുന്നത്. അപ്പം ഈ പെർട്ടിക്കുലർ 1000 രൂപയുടെ പാക്കേജ് തന്നെ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ഡിസ്കൗണ്ട്സ് കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നല്ലപോലെ റിസർച്ച് ചെയ്തിട്ട് മാത്രമേ നിങ്ങൾ ഇത് ഓർഡർ പ്ലേസ് ചെയ്യുക. കാരണം ഞാൻ പറഞ്ഞില്ലോ, ഞാൻ ഈ 1000 രൂപയുടെ സാധനം ഞാൻ 850 റുപ്പീസിന് കണ്ടപ്പം തന്നെ ഞാൻ ഓർഡർ ചെയ്തു. എൻ്റെ 850ക്ക് ഞാൻ മേടിച്ച സാധനം തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഓർഡർ ചെയ്തപ്പോൾ 450 റുപ്പീസിന് എക്സാക്റ്റ് ആ സാധനം തന്നെ അവർക്ക് കിട്ടി. എന്നാലും സ്ട്രിപ്സിൻ്റെ ക്വാണ്ടിറ്റി അതിൻ്റെ അത് കുറവായിരുന്നു. സ്റ്റിൽ കൗണ്ടിങ് ദ പാക്കേജ്, നിങ്ങൾക്ക് ഈ മൊത്തം ഒരു പാക്കേജ് കിട്ടുക തന്നെ, അത് നല്ലൊരു ഓഫറിൽ കിട്ടുക തന്നെ ഇസ് എ വെരി ഗുഡ് തിങ്. ഇതിൻ്റെ ബെസ്റ്റ് ഓഫേഴ്സ് ഫൈൻഡ് ചെയ്യാനുള്ള ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു മാർഗ്ഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുക B2 എന്ന് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ ഏറ്റവും ടോപ്പിൽ AD എന്ന് എഴുതിയേക്കുന്നത് അല്ലെങ്കിൽ ഗൂഗിൾ ആഡ്സ് പവേർഡ് ആയിട്ടുള്ള ഒരു ലിങ്ക് നിങ്ങൾക്ക് ഏറ്റവും ടോപ്പിൽ കാണാൻ സാധിക്കും. ആ ഏറ്റവും ടോപ്പിൽ കാണുന്ന ആ ഒരു ആഡ് തന്നെയാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ആ ആഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ഡയറക്റ്റ്ലി അവരുടെ അഡ്വർടൈസ്മെൻറ്റ് പേജിലോട്ടായിരിക്കും ചെന്ന് ലാൻഡ് ചെയ്യുന്നത്. ഇപ്പം എന്താണ് ഏറ്റവും ടോപ്പിൽ AD എന്ന് എഴുതിയിരിക്കുന്നുണ്ടോ, offers.b2app.com. അപ്പം ഇത് അവരുടെ ഗൂഗിൾ അഡ്വർടൈസ്മെൻ്റ് ആണ്. അവത്തെ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അവരുടെ ആ കറക്റ്റ് ഓഫർ നടക്കുന്ന ആ പേജിൽ തന്നെ നമ്മൾ ചെന്ന് ലാൻഡ് ചെയ്യും. അപ്പം അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഫ്രീ B2 മസാല പോഹ, ഇതാണ് എൻ്റെ ഫ്രണ്ട് ഓർഡർ ചെയ്ത ആ സംഭവം. ഞാൻ പറഞ്ഞല്ലോ 549 റുപ്പീസാണ് ഇതിൻ്റെ അകത്ത് ഇവർ കാണിച്ചിരിക്കുന്നത്. അതല്ലാതെ 100 റുപ്പീസ് ക്യാഷ് ബാക്ക് ഓൾസോ അതിൻ്റെ മുകളിൽ കിട്ടി. അത് ക്രെഡിറ്റ് കാർഡിൻ്റെയോ ഡെബിറ്റ് കാർഡിൻ്റെയോ ഏതാണ്ട് സംഭവമായിരുന്നു. ആ ക്യാഷ് ബാക്ക് കൂടെ കിട്ടിയിട്ട് 450 റുപ്പീസിന് എക്സാക്ട് ഇത് മേടിക്കാൻ സാധിച്ചു. എന്തായാലും ഇവിടെ നിങ്ങൾ ഗെറ്റ് ഓഫറിലോട്ട് ക്ലിക്ക് ചെയ്യുക. 25 സ്ട്രിപ്സ് ആൻഡ് 25 ലാൻഡ്സെറ്റ്സ് ആണ് ഇതിൻ്റെ കൂടെ കിട്ടുന്നത്. സോ കർവിൻ്റെ ഫീച്ചേഴ്സ് എല്ലാം ഇവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ചെക്കൗട്ട് ചെയ്യുമ്പോൾ അതാണ്ട് ഓൺലൈൻ പേയ്മെൻറ്റ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ 54 റുപ്പീസ് നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടും. പിന്നെ നിങ്ങൾക്ക് ആമസോണിൽ കൂടെ പോയി ചെക്ക് ചെയ്യാവുന്നതാണ്. ആമസോണിലും നിങ്ങൾക്ക് ഏകദേശം ആ സെയിം ഒരു പ്രൈസിലായിരിക്കും കിട്ടുന്നത്. എന്നാലും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നല്ല ഓഫേഴ്സ് ഒക്കെ കിട്ടാറുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രോപ്പർ റിസർച്ച് ചെയ്തിട്ട് മാത്രം ഓർഡർ ചെയ്യുക. കാരണം നല്ലൊരു ഓഫറിൽ ഈ സെയിം സാധനം കിട്ടുവാണെങ്കിൽ യു ഷുഡ് ഗോ ഫോർ ദാറ്റ്. സോ ഐ ഹോപ്പ് ഗൈസ് ദിസ് വീഡിയോ വാസ് ഹെൽപ്ഫുൾ ഫോർ യു ഓൾ. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് കുറച്ചെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും ഉള്ളതിൽ ഏതാണ് ഓർഡർ ചെയ്യേണ്ടത്, റൈറ്റ്? അപ്പം കണ്ണടച്ച് നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാവുന്നതാണ്. B2 കർവ് നിങ്ങൾ ഓർഡർ ചെയ്യുക. നല്ലൊരു ഡിസ്കൗണ്ട് പ്രൈസിൽ മാത്രം ഇതിനെ മേടിക്കുക. അതുപോലെ ബെസ്റ്റ് ബൈ ലിങ്ക് ഞാൻ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. യു ക്യാൻ ക്ലിക്ക് ദാറ്റ് ലിങ്ക് ആൻഡ് ഓർഡർ ദ സെയിം. ഐ ഹോപ്പ് യു എൻജോയ്ഡ് ദ വീഡിയോ. നിങ്ങൾക്ക് കുറേ ഇൻഫർമേഷൻ ഈ ഒരു പെർട്ടിക്കുലർ ഗ്ലൂക്കോമീറ്ററിനെ കുറിച്ച് കിട്ടി. നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അക്യൂ ലൈഫ് മലയാളം. അതല്ലാതെ നിങ്ങൾക്ക് എന്നെ ഇൻസ്റ്റാഗ്രാമിലും ഫോളോ ചെയ്യാവുന്നതാണ്. ദി അക്യൂ ലൈഫ് എന്നാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വയറീസോ ഡൗട്ട്സോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസോ ഉണ്ടെങ്കിൽ യു ക്യാൻ കണക്ട് വിത്ത് മീ ഓൺ ഇൻസ്റ്റാഗ്രാം ദി അക്യൂ ലൈഫ്. അവിടെ ഞാൻ നിങ്ങളുടെ എല്ലാ ക്വയറീസിനുള്ള റിപ്ലൈ തരുന്നതായിരിക്കും. Okay, that's all for today guys. I hope you enjoyed the video. This is Akshay signing off.